സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചമൊരുക്കി വീണ്ടും സ്വപ്ന സുരേഷ്. ആസൂത്രിതമായി പുറത്തുവിട്ട സ്വപ്നയുടെ ശബ്ദരേഖയിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമെന്നും ഇഡി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ അന്വേഷണ സംഘം നിർബന്ധിക്കുന്നുവെന്നാണ് പുറത്തുവിട്ട സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയിലുള്ളത്. ശബ്ദം സ്വപ്നയുടേത് തന്നെയെന്ന് ദക്ഷിണമേഖല ജയിൽ DIG സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെയാണ് സ്വപ്നയെ കൊണ്ട് ചില കാര്യങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് ആസൂത്രിതമായി പുറത്തുവിടുകയുമായിരുന്നെന്ന സംശയം ശക്തമാകുന്നത്. പിടിയിലാകുന്നതിന് മുമ്പ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെള്ളപൂശാനുള്ള ശ്രമം ഓഡിയോ സന്ദേശത്തിലൂടെ സ്വപ്ന നടത്തിയിരുന്നു. രാഷ്ട്രീയത്തിലെ ചിലരുടെ പേര് പറയാൻ ഇഡി നിർബന്ധിക്കുന്നുവെന്നായിരുന്നു റിമാൻഡിലുള്ള മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ നേരത്തെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ വ്യക്തമാക്കിയിരുന്നത്. വോയിസ് റെക്കോർഡ് ഒരു വെബ് പോർട്ടലിലൂടെ പുറത്തുവിട്ടതിന് പിന്നാലെ സ്വപ്നയുടെ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരെയാണെന്ന പ്രചാരണവും സംഘടിതമായി ഉയർത്തി. ഇഡി മൊഴിയെടുത്ത തീയതി ഉൾപ്പെടെ വ്യത്യാസപ്പെടുത്തിയാണ് ശബ്ദരേഖയിലുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള നിരവധി പ്രമുഖരിലേക്ക് കൂടി അന്വേഷണം നീളുമ്പോഴാണ് സ്വപ്നയെ സ്വാധീനിച്ചുള്ള നീക്കങ്ങളും. ജനം, കൊച്ചി.